ഇത് പിന്നെ ജറാസർ മോഹ വിലയാണ് വരുന്നത്, മോഹിച്ചാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ മൂവ്മെന്റ് ബാക്ക് ഇളക്കി നോക്കുമ്പോൾ പറയാം മെഷീൻ പ്ലാസ്റ്റിക് ആയിരിക്കും. നമുക്കൊരു ലാഭം, ഒരു മിതമായ ലാഭം എടുത്തിട്ട് ബാക്കി കസ്റ്റമറിന് കുറച്ച് കൊടുത്താൽ നമുക്ക് അത്രയ്ക്ക് ബിസിനസ് കിട്ടും, അത്രയ്ക്കും ആൾക്കാർ സന്തോഷമായിട്ട് പോകും. ആൾക്കാർ എത്രത്തോളം സന്തോഷമായിട്ട് പോകും അത്രത്തോളം നമുക്ക് അതിന്റെ നേട്ടം കിട്ടും. നമസ്കാരം. പണ്ടൊക്കെ ആഠ്യത്വത്തിന്റെ അടയാളമായിരുന്നു വാച്ചുകൾ. മെക്കാനിക്കൽ വാച്ചുകൾ തൊട്ട് പിന്നീട് കോഡ്സും ഡിജിറ്റലും പിന്നീട് ഇപ്പോൾ സ്മാർട്ട് വാച്ചിലേക്കും ഇപ്പോൾ യൂസ് ആൻഡ് ത്രോയിലേക്കും എത്തി നിൽക്കുകയാണ് വാച്ചിൻ്റെ കാലഘട്ടം. ഇത് വിജയൻ ചേട്ടൻ 16ാമത്തെ വയസ്സ് മുതൽ ഈ ഒരു വാച്ചിൻ്റെ ജോലിയുമായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ 71 വയസ്സുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എവിടെ നിന്നായിരുന്നു തുടക്കം? നമ്മുടെ ഈ കൃഷ്ണനായർ സെൻസ് മുമ്പിൽ തുടക്കം. എത്രാമത്തെ കൃഷ്ണനായർ ഉള്ള സമയത്ത് അപ്പൊ ഞാൻ അവിടെ പോയി ആദ്യം നമ്മൾ ഈ കടയിൽ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം കട തൂത്തുവാരാനും ചോറെടുത്തിട്ട് കൊടുക്കാനും ഇങ്ങനെയൊക്കെ അവർക്ക് സാധനങ്ങളൊക്കെ. പിന്നെയാണ് മെക്കാനിക്കലിന്റെ അടുത്തിരുന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു താല്പര്യം വന്ന് അങ്ങനെ പഠിച്ച് എത്ര കൊല്ലം അവിടെ ഇരുന്നു കൃഷ്ണനായർ സെൻസിൽ? അത് വന്ന് കൃഷ്ണനായർ ജീവിച്ചിരിക്കുന്ന സമയം വരെ ഒരു 10-15 വർഷം വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ എങ്ങോട്ടായിരുന്നു പോയത്? അവിടെ നിന്ന് വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് കടയിട്ടു. പാപ്പനംകോട് മീനു ടൈം സെന്റർ എന്ന് പറഞ്ഞാൽ എന്റെ മൂത്ത വളയാണ് മീനു ടൈം സെന്റർ. പിന്നെ അങ്ങനെ വികസനങ്ങളൊക്കെ വന്നപ്പോൾ കട അവിടെ നിന്ന് മാറി പിന്നെ കൈമനത്ത് വന്നു. പാപ്പനംകോട് ഇപ്പുറ സൈഡ് കൈമനത്ത്. അവിടെ ഒരു ബിസിനസ് അത്ര പോരാ. നമ്മൾ ഈ മുടക്കുന്ന പൈസയൊന്നും അതൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെ കഴക്കൂട്ടത്ത് ഒരു ഷോപ്പുണ്ട്, ടൈം സ്പോട്ട് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഓണറാണ് അബ്ദുൽ കലാം, അബ്ദുൽ ഖാദർ. നീറ്റ് ആൾക്കാരാണ്. ശമ്പളത്തിനൊന്നും യാതൊരു പ്രശ്നമില്ല. അത് വന്ന് പിന്നെ രാവിലെ മുതൽ രാത്രി 8:30-9 വരെ കടയിൽ കാണും. അത് കഴിഞ്ഞാണ് പിന്നെ ബസ്സിൽ കയറി നേരെ പാപ്പനും കൂടെ വരുന്നത്. അവരൊക്കെ നീറ്റ്. അവരിപ്പോഴും എന്നെ കണ്ടാ ഓടി വരും. ഭയങ്കര കാര്യം. പിന്നെന്താ അവിടെ നിന്ന് പോകുന്നത്? ഇല്ല, എനിക്ക് യാത്രയുടെ ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് ചെറിയൊരു തലക്കറക്കം പോലെ. അപ്പോൾ മക്കൾ പറഞ്ഞ അച്ഛൻ ഇത്രയും വർഷം വരെ നമുക്ക് വേണ്ടി അല്ലല്ലേ പാടുവിട്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഇനി പോട്ടെ, വീട്ടിലിരുന്നുള്ള വർക്കൊക്കെ ചെയ്തിട്ട് ഇരുന്നാൽ മതി. അങ്ങനെ ഇതെൻ്റെ ഒരു സുഹൃത്താണ് ഫസൽ എന്ന് പറയും. അപ്പോൾ ഫസൽ എന്ന് വെച്ചാൽ നല്ലൊരു പയ്യനാണ്. അപ്പോൾ അവ അതുവഴിക്ക് വന്നപ്പോഴത്തേക്ക് എന്നെ കാണാൻ വേണ്ടി വരും കടയിൽ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് ഞാൻ ഇന്നോലാണ്ട് വീട്ടിലാണ്, സുഖമില്ലാതിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ എന്നെ വിളിച്ച് പല പ്രാവശ്യം വിളിച്ച് അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്ന് പറഞ്ഞു, മാമ ഇവിടെ വരണം, എപ്പോഴായിരുന്നാലും മാമ ഇവിടെ വരണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വരണ യഥാർത്ഥ ശമ്പളത്തിൻ്റെ കാര്യത്തിലല്ല വരുന്നത്. പിന്നെ വീട്ടിൽ ഇരുന്ന ബോറടിക്കും, പല അസുഖങ്ങളുണ്ട്. രാവിലെ ഒരുപാട് ജോലികളൊക്കെ ഉണ്ട് വീട്ടിൽ, കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ടൊക്കെയാണ് വരേണ്ടത്. വന്ന് ഉള്ള പണിയൊക്കെ ചെയ്ത് ഒരു സന്ധ്യ ആകുമ്പോൾ ഞാനങ്ങ് പോകും. എത്ര മക്കളാ? എനിക്ക് വന്ന് 2 മോള്. കഴിഞ്ഞു. രണ്ടും ഒരു BSc നഴ്സിംഗ്. പിന്നെ ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ ഈ സർക്കാർ ജോലിയും കിട്ടി. മൂത്ത ആള് കോട്ടയ്ക്കകത്ത് താലൂക്ക് ആശുപത്രി. രണ്ടാമത്തെ മോള് വന്നിട്ട് വൈക്കത്ത് കോട്ടയം എന്ന് വെച്ചാൽ മോളെ പിറവത്താണ് അയച്ചത്. അപ്പം അത് വൈക്കത്ത് വരെ എളുപ്പമാണ്. മക്കളെ പഠിപ്പിച്ചതൊക്കെ ഇതിൽ നിന്നുള്ള വരുമാനം? നമുക്ക് ഇതിൽ നിന്നുള്ള വരുമാനം സൂപ്പറായിട്ട് കിട്ടും. നമ്മളിപ്പം വേറൊന്നും ചെയ്യണ്ട. അമിതമായി ഇപ്പം തന്നെ സാറ് എന്നെ വരുന്നൊരു വാച്ച് മേടിക്കാൻ വേണ്ടി വരുന്നു. നമുക്കൊരു ലാഭം, ഒരു മിതമായ ലാഭം എടുത്തിട്ട് ബാക്കി കസ്റ്റമറിന് കുറച്ച് കൊടുത്താൽ നമുക്ക് അത്രയ്ക്ക് ബിസിനസ് കിട്ടും, അത്രയ്ക്കും ആൾക്കാർ സന്തോഷമായിട്ട് പോകും. ആൾക്കാർ എത്രത്തോളം സന്തോഷമായിട്ട് പോകും അത്രത്തോളം നമുക്ക് അതിൻ്റെ നേട്ടം കിട്ടും. നേട്ടം എന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് അസുഖങ്ങളൊന്നും വരാതിരിക്കും. അസുഖം വന്നാൽ നമുക്കിപ്പോൾ ഡെയിലി കിട്ടുന്ന പൈസ വേസ്റ്റാണ്. പിന്നെ കഴക്കൂട്ടത്തെ കടയിൽ 10-13 വർഷം വരെ ഇരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കസ്റ്റമറിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ നമ്മൾ നല്ല രീതിയിൽ പണി ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും കുറച്ച് അധികം പൈസ, അതായത് മിക്ക വാച്ച് റിപ്പയർസും വരണ വീക്ക്നെസ് എന്നു വെച്ചാൽ ഒരാളൊരു വാച്ച് ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കടയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊളിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ അത് പോയി ഇതിൻ്റെ ഇത് പോയി എല്ലാം കൂടെ 1000-1500 ചാർജ്. അത് സർവീസിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് കാണുന്നുണ്ട്. അല്ല, എൻ്റെ കൊണ്ടുവന്നാൽ ഞാൻ സർവീസ് ചെയ്തിട്ട് ആ സർവീസിങ്ങിൻ്റെ പൈസ 300-350 രൂപ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പൈസ നിലനിൽക്കും, അല്ലാത്ത പൈസ നിലനിൽക്കില്ല. അത് ഏതൊരു മേഖലയായിരുന്നു അതാണ് വരുന്നത്. പിന്നെ അന്നത്തെ കാലത്ത് 16 വയസ്സിലാണ് ഈ ഇതിലോട്ട് ഇറങ്ങുന്നത്. അന്ന് പണക്കാരുടെ മാത്രം ഒരു ഇതായിരുന്നു വാച്ച് അല്ലേ? അപ്പൊ വളരെ കുറച്ച് ആൾക്കാരല്ലേ വാച്ച് കിട്ടുന്നത്. അപ്പൊ അതിനുള്ള ജോലി ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ വാച്ച് എന്ന് പറഞ്ഞാൽ ഫേവർ ലൂബ, ഹെൻറി സാൻഡോസ്, എനിഗർ, ഒമേഗ, റൊഡാനിയ, സൈമ, ഇങ്ങനെയുള്ള പണ്ടത്തെ പല വെറൈറ്റി വാച്ച്. പക്ഷെ ആ വാച്ചുകളൊക്കെ അത് HMD വന്നതോടുകൂടിയാണ്, നമ്മളെ ഇന്ത്യയുടെ HMD വന്നതോടുകൂടിയാണ് ഇങ്ങനെയുള്ള ഈ ഫോറിൻ വാച്ച്, സ്വിസ് മെയ്ഡ് വാച്ചുകൾ അതിൻ്റെ അധികം പിന്നെ സെയിൽ കുറഞ്ഞത്.
HMD ആണ് കസ്റ്റമർ. SMD വേറെ നല്ല അടിപൊളി വാച്ചൊക്കെ 350, 400, 450, 500 ഓട്ടോമാറ്റിക് വാച്ചൊക്കെ 750, 800 രൂപയുള്ളൂ. നല്ല ഗോൾഡ് കേസ്. HMD സോണ വാച്ച് കെട്ടിട്ടുണ്ട്. അടിപൊളി വാച്ചാണ്. അതിന്റെ ഇത് പഴയ ബോഡി മാത്രം കൊടുത്താലും 600 രൂപയുണ്ട്. അത് ഈ സ്വർണം ഉരുക്കി വിൽക്കുന്നില്ല തട്ടന്മാർ. അവര് ഈ പഴയ ഗോൾഡ് കേസൊക്കെ മേടിക്കാൻ വേണ്ടി അവർ കൊടുത്ത 600 രൂപയ്ക്ക്. അത്രയ്ക്ക് നല്ല ഗോൾഡ് 18 കാരറ്റ് എൽട്രോപ്ലേറ്റഡ് ആണ്. അത് ശരി. അന്ന് ഈ 16 വയസ്സിൽ എങ്ങനെയാണ് ഈ വാച്ചിനോട് ഒരു കമ്പം ഉള്ളത് കൊണ്ടാണ് ഈ ജോലിക്ക് ഇറങ്ങിയത്? എന്റെ അളിയൻ വാച്ച് മെക്കാനിക്കൽ അളിയൻ വൈഫിന്റെ ചേച്ചിയുടെ ഭർത്താവ്. അപ്പൊ അങ്ങനെയാണ് അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ SSLC എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്നപ്പം കടയിൽ അങ്ങനെ അങ്ങേരെ കൊണ്ടാക്കി. അങ്ങനെയൊക്കെ പണ്ട് സൈക്കിളും ഒരു നിക്കറുമായിരുന്നു. സൈക്കിൾ എടുത്തുകൊണ്ട് PMGയിൽ ഇറക്കത്താണ് അങ്ങയുടെ വീട്. ചോറൊക്കെ എടുത്തുകൊണ്ട് ഭയങ്കര കാര്യം അങ്ങനെ. അപ്പൊ പിന്നെ എത്രയായിരുന്നു അന്നത്തെ ശമ്പളം? അല്ല, അന്ന് പ്രത്യേകിച്ച് മാസം കുറച്ചൊക്കെ തരുള്ളൂ. അന്നത്തെ രീതി അറിയല്ലേ. പിന്നെ എങ്കിലും ഈ 16 വർഷം അവിടെ ജോലി ചെയ്തിട്ട് ഇറങ്ങിയപ്പോ എത്ര ശമ്പളം ഉണ്ടായിരുന്നു? അത് വന്നിട്ട് കുറച്ച് അത് എനിക്ക് മെയിനായിട്ട് ഞാൻ അത് പഠിക്കാനാണ് പോയത്. വീട്ടിൽ അങ്ങനെ പൈസയുടെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. രാത്രി ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും പിന്നെ പുളിമൂടിയിൽ നിന്ന് ഉള്ളൂർ വരെ നടക്കുന്നു. രാത്രി 8 മണിക്ക് അടയ്ക്കും കട. ഉള്ളൂർ വരെ നടക്കും. ആ പൈസ പോക്കറ്റ്. ഉള്ളൂരാണോ? ഉള്ളൂർ. സ്വന്തം ജനിച്ചു വളർന്ന ഉള്ളൂര്. ഞാൻ ഇപ്പം താമസിക്കുന്ന വൈഫിന്റെ സ്ഥലമാണ് പാപ്പനംകോട്. സാധാരണ നായേഴ്സൊക്കെ ആകുമ്പോഴത്തേക്ക് വൈഫിന്റെ സ്ഥലത്തോട് അങ്ങോട്ട് പോകും. പണ്ടത്തെ ഈ തറവാടുകാരെന്ന് വെച്ചാൽ ഈ പെമ്മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ ഉള്ള വസ്തുക്കൾ കംപ്ലീറ്റ് പെമ്മക്ക് വേണ്ടി എഴുതിയും കൊടുക്കും. നമ്മളിനി അടുത്ത സ്റ്റെപ്പ് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ആ ഒരു കേസുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങള് ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ പൂജപ്പുര എന്ന് ആൾക്കാർ തിരക്കി വരും. രഹസ്യം എന്താണ്? എന്റെ ഞാനെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കണക്കൂല സന്തോഷമായിട്ട് പറഞ്ഞു. അപ്പൊ അവര് വേറൊരു കസ്റ്റമറിന്റെ അടുത്ത് പറയും, അവര് വേറെ കസ്റ്റമറിന്റെ അടുത്ത് പറയും. അങ്ങനെയാണ് ബിസിനസ് വർദ്ധിക്കുന്നത്. അല്ലാണ്ട് ഒരാൾ മാത്രം മതിയെന്നുകൊണ്ട് അവരെ മാക്സിമം ഇങ്ങനെ നമ്മൾ പൈസ ഒപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അവര് പിന്നെ വരത്തില്ല. അന്ന് ഈ മെക്കാനിക്കൽ വാച്ചായിരുന്നു, ഇപ്പൊ അത് മാറി കോഡ്സായി, ഡിജിറ്റലായി, പിന്നെ സ്മാർട്ട് വാച്ച് ആയി. അപ്പൊ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഈ ആ ഒരു മെക്കാനിക്കൽ വാച്ചിൽ നിന്ന് ഇപ്പോഴുള്ള സ്മാർട്ട് വാച്ചിലേക്കുള്ള ഒരു മാറ്റം? അല്ല, സ്മാർട്ടിനെ കാലം ഇപ്പോഴത്തെ പണ്ടത്തെ മെക്കാനിക്കൽ വാച്ചാണ് ഭയങ്കര വില ഇപ്പോഴും വിലയുള്ളത്. പിന്നെ പണ്ടത്തെ Seiko 5 വാച്ച് ഇപ്പോഴും ആൾക്കാർക്ക് ഒരു ക്രൈസാണ്. അവരൊന്ന് ചോദിക്കുന്നുണ്ട് പഴയ ഓട്ടോമാറ്റിക് വാച്ച് കൊണ്ടാന്നൊക്കെ ചോദിക്കും. നിസാര അന്നത്തെ പുതിയ അന്നത്തെ വില വന്നിട്ട് 1000, 1200 രൂപ മറ്റേ ഓട്ടോമാറ്റിക് വാച്ചാണ്. ഇപ്പം നമ്മളെ പഴയ വാച്ച് ഒരു 10-25 വർഷം കെട്ടിയ വാച്ച് കൊടുത്താലും 3000, 4000 രൂപ കിട്ടും. അല്ല, ഈ വാച്ച് പണിക്കാരന്റെ കയ്യിൽ വാച്ചില്ലല്ലോ. ഉണ്ട്. ഞാൻ ഇന്ന് എടുക്കാൻ മറന്നു. രാവിലെ തിരക്കിന്റെ ഇടയിൽ ഓടിക്കുന്നുണ്ട്. അല്ല, അതുപോലെ തന്നെ പറഞ്ഞല്ലോ, ഈ നേരത്തെ ഇവിടെ കണ്ടു ഈ കണ്ണാടി ഇപ്പോഴും വേണ്ട. അല്ല, കണ്ണാടിയൊന്നും എനിക്ക് പേപ്പർ വായിക്കാനൊന്നും കണ്ണാടി വേണ്ട. ഇപ്പോഴും 71 വയസ്സിൽ ഞാനിപ്പോഴും ഇത്ര വയസ്സായിട്ടേ ഉള്ളൂ, ഞാനിപ്പോഴും കണ്ണാടി ഇട്ടില്ല. ഞാൻ പിന്നെ എന്തെങ്കിലും ചെറിയ കേസിലില്ലേ ഇതൊക്കെ ഇങ്ങനത്തെ ക്യാഷോടെ ഇങ്ങനത്തെ വാച്ച് എന്നാക്കുമ്പോ അതിന്റെ കോയിലൊക്കെ നോക്കാൻ വേണ്ടി അതിന്റെ ഗ്ലാസ് വേണ്ടി വരും. ഇതെത്രയാ അത് എന്നിട്ട് അതിനങ്ങ് മാറ്റി. അല്ല, ഈ ടെക്നോളജി മാറി വരുമ്പോഴേ, ഈ മെക്കാനിക്കൽ വാച്ചിൽ നിന്ന് ഈ ടെക്നോളജി മാറി കോർഡിനേറ്റ് വരമ്പോഴും അതെങ്ങനെ പഠിച്ചെടുക്കും? പുതിയ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതൊക്കെ നമ്മുടെ മനസ്സാണ്. നമ്മളിപ്പോൾ ഏതൊരു കേസും വേണമെന്ന് വെച്ചാൽ നമ്മളത് പഠിച്ചിരിക്കും. വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുമാതിരി നിഷേധിച്ച് പോവുകയാണെങ്കിൽ പിന്നെ അത് ഒരിക്കലും പഠിക്കാൻ സാധിക്കില്ല. നമുക്കിപ്പോൾ ഏതൊരു കേസ് ഒരു വാച്ച് കസ്റ്റമർ കൊണ്ടുവന്നിരുന്നാലും നമ്മൾ പൊളിക്കാത്ത വാച്ച്, നമ്മൾ അത് കണ്ടിട്ടില്ലാത്ത വാച്ചാണെങ്കിൽ ഞാൻ അത് വാച്ചകത്ത് ഇങ്ങനെ നോക്കിയിട്ട് ബാക്ക് ഇളക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പതുക്കെ നമ്മളെ ഈ മനസ്സാണ് ഇതിന്റെ മെയിനായിട്ടുള്ളത്. മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വാച്ച് നീറ്റാക്കാൻ സാധിക്കും. മൊത്തത്തിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു വാച്ചും കംപ്ലീറ്റ് പൊളിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഫാൾട്ട് മാത്രം നോക്കി അതിൻ്റെ ഫാൾട്ട് കംപ്ലൈൻറ്റ് നോക്കി കസ്റ്റമറിൻ്റെ കൊടുത്തേ വാച്ച് വരും. മിക്ക ഒരു ഫോസിൽ ഇങ്ങനെയുള്ള പിന്നെ കൂടി വാച്ചുകൾ വരുമ്പോൾ കംപ്ലീറ്റ് പൊളിച്ചടുക്കും. പൊളിച്ചടിക്കുക, അത് പണിയാൻ പറ്റൂല. അതിന്റെ ഫാൾട്ട് എന്താണെന്ന് നോക്കിയിട്ട് ഫാൾട്ട് മാത്രം തീർത്ത് കൊടുത്ത് കാശ് കൊടുക്കുക. അപ്പൊ ഈ മേഖലയിലേക്ക് ആൾക്കാർ ഇങ്ങോട്ട് വരാത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ ഡിജിറ്റൽ വാച്ച് യൂസ് ആൻഡ് ത്രോ ഉപയോഗിക്കുക, നന്നാക്കാൻ പറ്റാതെ എടുത്ത് കളയുക. അത് ഈ ഓൺലൈനൊക്കെ വന്ന പിന്നെ ഓൺലൈനിൽ സർക്കാർ ചെയ്യേണ്ട കേസെന്ന് വെച്ചാൽ ഓൺലൈൻ വന്നതോടുകൂടി പല കമ്പനിക്കാരും പല വിലയാണ് വരുന്നത്. എല്ലാവരും ഒരേപോലത്തെ വിലയാണെങ്കിൽ ആൾക്കാർ നമ്മളെ കട തിരക്കി. ഇത് പിന്നെ വേറൊരു കമ്പനി പിന്നെ 300 രൂപയുടെ വാച്ച് മറ്റേ കമ്പനി 250 രൂപ കൊടുക്കും.
അപ്പോൾ എല്ലാവരും അവിടെ പിടിക്കും. ഉം. അപ്പോൾ അതുകൊണ്ട് ഒരേ രീതിക്കാണെന്നുണ്ടെങ്കിൽ ബിസിനസ് കിട്ടും. ഇപ്പോൾ ഓൺലൈൻ വന്ന പിന്നെയാണ് അപ്പോൾ ടൈറ്റ് ആയിരിക്കുന്നത്. അന്ന് ഈ കൃഷ്ണനായരുടെ സൺസിലൊക്കെ വരുന്ന സമയത്ത് ആ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നില്ല. അന്ന് ഒരുപാട് എഴുത്തുകാരും മന്ത്രിമാരും ഉണ്ട്, രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു. ഉണ്ട് ആരെങ്കിലും വാച്ച് നന്നായി കൊടുത്തിട്ടുണ്ടോ? ഉണ്ട് അനിരുദ്ധൻ്റെ നമ്മളിപ്പം അല്ലെങ്കിൽ സിനിമാ സംവിധായകൻ പിന്നെ അനിരുദ്ധൻ സാറ് അങ്ങേര് കട വന്നിട്ടുണ്ട്, കഴക്കൂട്ടം കട വന്നിട്ടുണ്ട് ബാറ്ററി മാറ്റം രാവിലെ അങ്ങനെ മുടിയൊക്കെ വളർത്തിക്കൊണ്ട് വന്നൊരു ബാറ്ററി ഒരു പഴയ വാച്ചാണ്, അല്ല സ്മാർട്ട് വാച്ചാണ്. ഞാൻ ബാറ്ററി മാറ്റി കൊടുത്ത് പോയി. ഈ കൃഷ്ണനാരായൺ സൺസ് അത്ര അതിന് മുമ്പേ ഉണ്ടല്ലേ? എത്ര കൊല്ലമായി അവർ വന്നിട്ട്? ഇല്ല ഇപ്പോഴും വന്നിട്ട് ഇവിടെ നിന്ന് പുളിമൂടി മാറി ഇപ്പോഴും ഒന്ന് പത്മവിലാസ റോഡാണ്. അത് അങ്ങയുടെ മക്കളൊക്കെയാണ് നടത്തുന്നത്. തലമുറ നടത്തുന്നത്. ഇപ്പൊ നമ്മളിവിടെ പോവില്ല. പോയിരുന്നാലും നമ്മളെ അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരിടത്തും അങ്ങനെ കറങ്ങാനും പിടിക്കാനും പോകാതെ ഒതുങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതെ. പിന്നെ ആരെ പറ്റി ഒന്നും പറയാനും പോകില്ല. ആരെ പറ്റി പറയണത് വേറൊരാളുടെ അടുത്ത് പറയില്ല. അതുകൊണ്ടാണ് ഈ കാഴ്ചശക്തിയുടെ ഈ സ്മാർട്ട്നെസിന്റെ ഒക്കെ രഹസ്യം. അത് പിന്നെ ആഹാര രീതിയാണ്. വലിച്ചുവരി കഴിക്കില്ല ആഹാരം. ഈ പിന്നെ മത്സ്യാഹാരങ്ങളൊക്കെ പിന്നെ അപൂർവമേ കഴിക്കാറുള്ളൂ. പിന്നെ ദൈവാനുഗ്രഹം ഡെയിലി അമ്പലത്തിൽ ഡെയിലി അമ്പലത്തിൽ നമ്മളെ വീട്ടിൽ വരണ വിളിക്കുന്ന നാഗരക്ഷേത്രമാണ്. ഭയങ്കര ക്ഷേത്രമാണ്. പാപ്പനംകുടി എസ്റ്റേറ്റിനോട് പോകുന്ന വഴിക്ക് ഒരു നാഗരക്ഷേത്രം. എങ്ങനെ നടന്നോ വരുന്നത്? ഇല്ല ബസ്സിൽ ഞാൻ വരും. വണ്ടിയിലൊന്നും വരത്തില്ല, ബസ്സാണ് സുഖം. ബസ്സിലൊക്കെ ആകുമ്പോൾ യാത്ര ചെയ്ത് കയറി ഇറങ്ങിയൊക്കെ വരുമ്പോൾ അതൊരു വ്യായാമം കൂടെ. അതെ, വ്യായാമം കൂടെ. അപ്പൊ എന്തായിരുന്നാലും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോട്ടെ. ചോദിച്ചതിന് നന്ദി. ശരി, താങ്ക്സ്.